മൈ ഡിയർ വ്യൂവേഴ്സ്, 888 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള തോട്ട്സ് എന്താണെന്നാണ്. നോക്കിയാലോ? ബോട്ടം ക്യൂൺ ഓഫ് പെൻഡിക്കിളാണ്. ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. അപ്പം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് എന്നാണ് ആ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഫാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയോട് അത്രയും സ്നേഹമായിരുന്നു എന്ന് ആ വ്യക്തി ഓർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പാർക്കായ സ്നേഹമാണ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഒരു ഇമോഷണലി ആ വ്യക്തിക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി ഓർക്കുന്നുണ്ട്. സ്ഥിരമായ ഒരു കമ്മിറ്റ് വേണം തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ആ വ്യക്തിയുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നാണ് ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു ചിന്തകളിൽ ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കൂടെ ഇരിക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പം ഓവർഫ്ലോയിങ് ആണ് ആ വ്യക്തിക്കുള്ളത്. പുതുതായിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് ഫീലിങ്സ് ഇങ്ങനെ തോന്നുക, നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളുമായിട്ടുള്ള ആ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ മിസ് ചെയ്യാമെന്ന് ആ വ്യക്തിക്ക്. അടുത്തത് നൈറ്റ് ഓഫ് കപ്പാണ്. നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന പോലത്തെ തരത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് തരണം. അത്രയും ഫീലിങ്സാണ് തോന്നുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട്. ആ വ്യക്തി നിങ്ങളോട് അത്രയും നല്ലൊരു സ്നേഹം എനിക്ക് തന്ന ഒരു വ്യക്തിയാണ്. ഒരു അത്രയും വേറൊന്നും ആഗ്രഹിക്കാതെ കണ്ട് അത്രയും നിഷ്കളങ്കമായൊരു സ്നേഹമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. തേർഡ് പാർട്ടി കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ നശിച്ചു പോയത് എന്നൊക്കെയാണ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ആ വ്യക്തിക്ക് രാത്രി
ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഭയങ്കര വിഷമം വരിക. നിങ്ങളെ ഓർക്കുമ്പം ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഒരേ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞത് മാപ്പ് ചോദിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ സൗഭാഗ്യമായിരുന്നു. ഉള്ള സമയത്തുള്ള ആ സൗഭാഗ്യങ്ങളും ഉള്ള സമയത്തുള്ള ആ സന്തോഷവും ഗ്രോത്തും എല്ലാം ആലോചിച്ചിട്ട് ആ വ്യക്തി പൊട്ടിക്കരയാം. ഇത്രയും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. അടുത്തത് നൈറ്റ് ഓഫ് സോഡാണ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ അത്രയധികം വേദനിക്കുക. അത്രയും വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. ആ വ്യക്തി പറയാ നിന്നിൽ എത്തിപ്പെടുക എന്നത് വെരി ഡിഫിക്കൽറ്റിയാണ്. ആ വ്യക്തിയുടെ സിറ്റുവേഷനാണ് ആ വ്യക്തി പറയുന്നത്. തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടീൻ്റെ കാർഡാണിത്. അപ്പം ആ വ്യക്തി പറയുന്നത് നിന്നിൽ എത്തിച്ചേരുക എന്നത് എനിക്ക് വെരി ഡിഫിക്കൽറ്റിയാണ്, എന്നാലും ഞാൻ എത്തിച്ചേരും എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങളിപ്പം വളരെ ബോൾഡായിനി എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളിപ്പം വളരെ ബോൾഡായി, പഴയതുപോലെയൊന്നല്ല, നല്ല ബോൾഡായിട്ടുണ്ട്, വളരെ പവർഫുള്ളായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലുള്ള വിഷമം കാണിക്കാതെ ആ വ്യക്തിൻ്റെ മുന്നിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ വ്യക്തി അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്. എന്തും നേരിടാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു പ്രയോറിറ്റി ആയിട്ടുണ്ടോ എന്നും ഡൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കിപ്പോൾ അത്ര വാല്യൂ ഉള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ. എനിക്ക് അത്ര ഞാൻ ആരും അല്ലേ, നിനക്കിപ്പോൾ ഞാൻ നിൻ്റെ ലൈഫിൽ ആരും അല്ലേ എന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത്. ആ വ്യക്തിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി. നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര പ്രശ്നം. എങ്ങനെ ഇങ്ങനെ കഴിയുന്നു നിനക്ക്? ഞാൻ എൻ്റെ ലൈഫിൽ നിനക്ക് ഒരു പ്രയോറിറ്റി ഇല്ലാത്ത ആളാണോ ഞാൻ എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ നല്ല ബോൾഡായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാണ്ട്, ഞാനില്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ നിൻ്റെ ലൈഫിൽ അത്രയും പ്രയോറിറ്റി ഇല്ലാത്ത ഒരാളാണോ എന്നൊക്കെയാണ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. എല്ലാം ഒരു നല്ലതാക്കി ഒതുക്കി എടുക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുള്ള ഫീലിങ്സ് എല്ലാം എന്താ പറയുക, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം ഉള്ളിൽ അങ്ങനെ അടക്കി പിടിച്ച് കഴിയുകയാണ്. ഫീലിങ്സ് ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ തേർഡ് പാർട്ടിയും എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം അടക്കി പിടിച്ച് അങ്ങനെ നിൽക്കുക. ഫീലിങ്സ് അങ്ങനെ ഓവർ ഫ്ലോയിങ് ആയ ഫീലിങ്സാണ്. അതെല്ലാം അടക്കി പിടിച്ചിട്ട് രാത്രി പൊട്ടിക്കരയുക, എല്ലാ ഫീലിങ്സും കൂടെ അങ്ങനെ ഒതുക്കി അവിടെ വെക്കുക. എന്നിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടിയും പ്രശ്നങ്ങളും എല്ലാം നടക്കുക. അതാന്ന് പറഞ്ഞത്, എന്നിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഫിക്കൽറ്റിയാണ്. അതെല്ലാം തരണം ചെയ്യുന്നുണ്ട്. അവരുടെ സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആ വ്യക്തി അങ്ങനെ അത് കണ്ടില്ലേ രാത്രി പൊട്ടിക്കരയുന്നത്. ഇത് തേർഡ് പാർട്ടീൻ്റെ ഇത്, അതിൽ നിന്ന് ആ വ്യക്തി ആ കുടുങ്ങിക്കിടന്നിട്ട് ആ വ്യക്തി എല്ലാ ഫീലിങ്സും ഒതുക്കി അടക്കി പിടിച്ച് നിൽക്കുക, ഒതുങ്ങി കിടക്കുകയാണ്. ആ സിറ്റുവേഷനിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ്. എന്നിട്ടും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ വ്യക്തി ആരും കാണാത്ത ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് അടുത്തത് 4 of Wands ആണ്. 4 of Wands എന്ന് പറഞ്ഞാൽ എല്ലാ സക്സസ്സോടും കൂടെ നിങ്ങളെയും നേടി വരണം എന്നതാണ് ആ വ്യക്തിയുടെ ചിന്ത. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ അത് ആരും കാണാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ വ്യക്തി. ഇതേപോലെ സക്സസ് ആയിട്ട് നിങ്ങളെയും കൊണ്ടുവരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്.
എല്ലാവിധ സക്സസ്സും നേടി നിങ്ങളെയും കൊണ്ട് വരണം. എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എങ്ങനെയാലും ആ വ്യക്തിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ കാണാൻ വരണം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയം തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. എത്രയും വേഗം നിങ്ങളെ കാണാൻ വരണം. എന്ത് പ്രശ്നമായിക്കോട്ടെ. ഇതാ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. സഡൻ കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് പൊട്ടി ഞാൻ ചത്തുപോകും. ഹൃദയം ഇത്രയും ചൂടാണ്. ഹൃദയം പൊട്ടിയിട്ട് ഞാൻ ചത്തുപോകുന്ന പറയുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോഴാണത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് ആ വ്യക്തിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഈ വ്യക്തിയെ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി. ഈ വ്യക്തിയെ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നോ എന്നാണ് ആ വ്യക്തിയോട് തന്നെ ചോദിക്കുന്നത്. ഈ വ്യക്തി ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്നുവെച്ചാൽ ഹൃദയം തകർന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്കും വളരെ വളരെ വീക്കായിട്ടാണുള്ളത് ആ വ്യക്തി. അതാ ചോദിക്കുന്നത്, ഞാൻ ഈ വ്യക്തി ഇത്രയും കൂടുതൽ സ്നേഹിച്ചിരുന്നോ? ആ വ്യക്തി ആദ്യം ഒരു കളിച്ചിരി പോലെ അങ്ങ് വിട്ട്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതിലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതെന്നത് ഒത്തിരി ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ സെപ്പറേറ്റ് ആയപ്പോഴാണ് മനസ്സിലായത്, ഈ വ്യക്തിയെ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നു, ഇതില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ. അന്ന് കുറേ ഓപ്ഷനിൽ ഒരു ഓപ്ഷനായിട്ട് ആ വ്യക്തി അന്ന് കണ്ടിട്ടുള്ളൂ, എന്നെ കരുതിയിരുന്നുള്ളൂ. നിങ്ങളെ ആ വ്യക്തിക്ക് എന്താണ് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എന്താണ് ഇതിൻ്റെ കാരണം? ഇത്രയും സ്നേഹിച്ചിരുന്നോ ഞാൻ? സമാധാനം എൻ്റെ പോയി എന്നാണ് ആ വ്യക്തി പറയുന്നത്. എനിക്കിനി സമാധാനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ എന്തായാലും ഇനി എനിക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. അത്ര കണ്ട് ഹൃദയം തകർന്നിട്ടാണ് ആ വ്യക്തി പറയുന്നത്. അടുത്തത് 7 പെൻറ്റിക്കൽ. ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് നിന്നെ പഴയതുപോലെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടു, ഒന്നും നിൻ്റെ ഭാഗത്തുനിന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഒരുപാട് എഫേർട്ട് ഇട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. വളരെ റൂട്ടായിട്ടുള്ള ഒരു ബന്ധമാക്കിയിട്ട് ഇത് മാറ്റണം എന്നാണ് ആ വ്യക്തി ആലോചിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. വിട്ടുപോയതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ഒരേ ജോലിയിലും ഇത് മാത്രം ഫോക്കസ് ചെയ്ത് വേറെ ഒന്നുമില്ല, രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല. റിസൾട്ട് കിട്ടാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഇങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്കിന് ഇടവരുത്താതെ വളരെ റൂട്ടായിട്ടുള്ള ഒരു ബന്ധമാക്കിയിട്ട് മാറ്റണം. അല്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല, ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലായി. അടുത്തത് ഓട്ടം ക്യൂൺ ഓഫ് പെൻറ്റിക്കലാണ്. ക്യൂൺ ഓഫ് പെൻറ്റിക്കൽ എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ സ്റ്റേബിളായ എല്ലാം തികഞ്ഞൊരു വ്യക്തി. നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. സ്റ്റേബിളായ ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം ഇതേപോലെ നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. അതിന് ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. നിങ്ങൾ വളരെ കെയറിങ് ആയിരുന്നു. എല്ലാ വ്യക്തിക്കും എല്ലാവിധ സപ്പോർട്ടും കൊടുത്തൊരു അതെല്ലാം ആ വ്യക്തി ഓർമ്മിക്കാം.
നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്ന ആ ഒരു രീതിയും എല്ലാം ആ വ്യക്തി ഇങ്ങനെ ഓർത്തെടുക്കുക. അന്നേരം ആ വ്യക്തിക്ക് വളരെ സങ്കടമാണ്. എത്ര സ്നേഹമായിരുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരുന്നു എന്നെ സ്നേഹിച്ചിരുന്നത്, ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹമായിരുന്നു എനിക്ക് തന്നത് എന്നൊക്കെ ആ വ്യക്തി ഇങ്ങനെ ഓർക്കുക. ഒരു കുടുങ്ങിപ്പോയൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ള അവിടെ ഒരു കുടുങ്ങിയ ഒരവസ്ഥയിൽ ഒന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണുന്ന നിങ്ങളോട് ചെയ്തു പോയതോർത്തിട്ട് ആ വ്യക്തിക്ക് മാപ്പ് പറയാനൊരു അവസരം കിട്ടാൻ ആ വ്യക്തി കാത്തിരിക്കുന്നത്. നിങ്ങളിപ്പം വളരെ ബോൾഡായിട്ടെല്ലാം സ്വന്തമായി ചെയ്യുന്നു, എല്ലാം വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളെന്ന് വെച്ചാൽ ആ വ്യക്തിനെ അങ്ങനെ മനസ്സ് മുറിവേൽപ്പിക്കുമെന്ന്. അത്രമാത്രം മനസ്സ് മുറിയുന്ന ഒരു കാർഡാണ് ഈ 3 of Swords. മനസ്സും അങ്ങനെ മുറിയുന്നൊരവസ്ഥ. ഒരു നിങ്ങൾക്കൊരു പ്രപ്പോസുമായിട്ട് എന്നും അടിയുറച്ച ഒരു വരോടുകൂടെയുള്ള ഒരു ഇതാക്കിയിട്ട് അത്രയും ഡീപ്പായ ഒരു ബന്ധമാക്കി മാറ്റണം. ഒരു വെമ്പുന്ന മനസ്സുമായിട്ട് അവരിപ്പം നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയൊരു മുഖമാണ് നിങ്ങളതെന്ന് ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് ചോയ്സ് ഉണ്ട് ആ വ്യക്തിക്ക്. അപ്പോൾ ആ വ്യക്തി അത്രക്കൊന്നും ഇതിൻ്റെ ഡീപ്പ് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഈ ബന്ധത്തിൻ്റെ ഡീപ്പ് ഇത്രയും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇത്രയും സ്ട്രോങ് ആയിരുന്നോ എന്ന് ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോൾമേറ്റ് ഉത്രാടം, പൂരുട്ടാതി, ഡ്രൈവർ, ടി പത്തനംതിട്ട, ഒക്ടോബർ, പൂരം, കണ്ണൂർ, ബി സി വയനാട്, കൊല്ലം, തിരുവോണം, മെയ് ഉത്രം, എഫ് ചോതി, ആലപ്പുഴ, എസ്, എം തൃശ്ശൂർ, കെ വിശാഖം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.